പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കരുത് എന്നൊക്കെ ഇത് വെച്ചുകൊണ്ട്, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കാവോ? ചില ആൾക്കാരൊക്കെ ശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഇനി കൊന്തയെല്ലാം പറ്റുമാവോ? ഇനി മാതാവിനെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമാവോ? ഇങ്ങനെയുള്ള ശങ്കകൾ പോലും വളരെ ആത്മാർത്ഥതയും അമ്മയോട് ഭക്തിയുമുള്ള അനേകർ വല്ലാണ്ട് കലങ്ങി ഇനിയിപ്പോൾ അമ്മയെ ഒഴിവാക്കിയത് പെന്തക്കോസ്തുകാർ പറയുന്ന പോലെയാണോ സഭ പഠിപ്പിക്കുന്നത്? ഒരു കലക്കത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രേഖ ഒരിക്കലും പരിശുദ്ധ അമ്മയെ മാറ്റിവെക്കുന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. മറിച്ച് പരിശുദ്ധ അമ്മയെ കുറെ കൂടെ നമ്മളുടെ ചങ്കത്തേക്ക്, നമ്മളെ അമ്മയുടെ സംഘത്തേക്കും മനോഹരമായിട്ട് എടുത്തു വയ്ച്ചുകൊണ്ടുള്ള ഒരു രേഖ തന്നെയാണിത്. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മൾ വായിച്ചതായ സുവിശേഷ ഭാഗം ഈശോയുടെ മരണരംഗമാണല്ലോ. പരിശുദ്ധ അമ്മയെ അവിടെ എടുത്ത് പരാമർശിച്ചിരിക്കുന്നു. യോഹന്നാൻ, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അടുത്ത് നിൽക്കുന്നു. അവരെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈശോ സംസാരിക്കുന്നു. ഞാൻ ഈ വചനഭാഗം എടുക്കാൻ കാരണം, ഈ ദിവസങ്ങളിൽ മീഡിയയിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും ശങ്കകളും സന്ദേഹങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മയുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് വരുന്നുണ്ട്. അതിന് കാരണം പശ്ചാത്തലം സഭ ഈ നവംബർ 4 പ്രസിദ്ധപ്പെടുത്തിയ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രബോധനമാണൊരു ആധികാരിക രേഖയാണ്. വിശ്വാസികളുടെ അമ്മ. അതുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്നു, സഭ മാതാവിനുള്ള സ്ഥാനം എടുത്തു കളയുന്നു, മാതാവിനെ ഇനി വിളിച്ച് പ്രാർത്ഥിക്കാൻ അത് തെറ്റിപ്പോയി, അങ്ങനെ പ്രാർത്ഥിച്ചത് ജപമാലയും കാര്യങ്ങളും ഒക്കെ തെറ്റിപ്പോയോ എന്ന് സംശയം, മാതാവ് മധ്യസ്ഥയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കലഹങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് കയറത്തക്ക രീതിയിൽ മീഡിയയിലൂടെ ഒരുപാട് ചർച്ചകളും കുറേ ആക്ഷേപങ്ങളും കാര്യമറിയാത്ത പങ്കുവെക്കലും എല്ലാം നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതേക്കുറിച്ചൊരു ചെറിയൊരു വിശദീകരണം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് വരികയാണ്. ഈ ഒരു രേഖ ഒരിക്കലും പരിശുദ്ധ അമ്മയെ മാറ്റിവെക്കുന്നതല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. മറിച്ച് പരിശുദ്ധ അമ്മയെ കുറെ കൂടെ നമ്മളുടെ ചങ്കത്തേക്ക്, നമ്മളെ അമ്മയുടെ സംഘത്തേക്കും മനോഹരമായിട്ട് എടുത്തു വയ്ച്ചുകൊണ്ടുള്ള ഒരു രേഖ തന്നെയാണിത്. ഇത് ലിയോ പാപ്പ എന്തെങ്കിലും പുതിയൊരു കാര്യം ഈ നാളുകളിൽ ഇതുവരെ പഠിപ്പിച്ചിരുന്നതിന് വ്യത്യസ്തമായി തിരുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്നതാണോ? അതുമല്ല. ഞാൻ ഈ രേഖയിലൂടെ പെട്ടെന്നൊന്ന് കടന്നു പോവുകയായിരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി ആക്ഷേപങ്ങളും ചർച്ചകളും വാദപ്രതിമെല്ലാം കണ്ടപ്പോൾ 80 ഖണ്ഡികകളാണ് പാപ്പ നൽകിയിരിക്കുന്ന ഈ രേഖയ്ക്ക് ഉള്ളത്. 80 ഖണ്ഡികകൾ. ആ 80 ഖണ്ഡികകൾ അവതരിപ്പിക്കാനായിട്ട്, അതിന് സപ്പോർട്ടീവായിട്ട് 197 അടിക്കുറിപ്പുകൾ സഭ നൽകുന്നുണ്ട്. 197 അടിക്കുറിപ്പുകൾ. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം, നമ്മൾ അവിടെ ഇവിടെയും പറയുന്ന കേട്ടൊന്നും നമുക്ക് തല കലക്കം എടുക്കണ്ട. പിന്നെ വെറുതെ ഇപ്പം അച്ഛന്മാർ ധ്യാനിപ്പിക്കുന്നവരും മറ്റച്ഛന്മാരും ഒക്കെ ഈ രേഖയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് അവർ പഠിച്ചിട്ട് തന്നെ അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് സംശയം, അച്ഛന്മാർ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ, സഭ ശരിക്കും മാറ്റി വെച്ച കാര്യമാണോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ആരും ഒരാശ്വാസം എടുക്കാനായിട്ട് പോകണ്ട. എവിടെയെങ്കിലും നമ്മൾ ആക്ഷേപങ്ങൾ കേട്ടത് കൊണ്ട് കലങ്ങാനും പോകണ്ട. കാര്യം കൃത്യം മനസ്സിലാക്കണം. നമുക്ക് ഈ രേഖ നമുക്ക് ഗൂഗിൾ ചെയ്താൽ വത്തിക്കാൻ്റെ സൈറ്റിൽ നേരെ കിടപ്പുണ്ട്, ഇംഗ്ലീഷ്. പക്ഷെ അത് വായിക്കാൻ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ 80 ഖണ്ഡികളുണ്ട്. ആ 80 ഖണ്ഡികളിൽ 197 അടിക്കുറിപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഈ രേഖയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സഭ, മാർപ്പാപ്പ, ലിയോ പാപ്പ ചുമ്മാ ഒരു തോന്നൽ വെച്ച്, പാപ്പയുടെ സ്വന്തം ആശയം വെച്ച് പഠിപ്പിക്കുന്നതല്ല. ഈ 197 അടിക്കുറിപ്പുകളിൽ 2 എണ്ണം മാത്രമാണ് ലിയോ മാർപ്പാപ്പയുടേതായിട്ടുള്ളൂ. ബാക്കി അടിക്കുറിപ്പുകൾ ഈ രേഖയിൽ അടിസ്ഥാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് സഭയുടെ നൂറ്റാണ്ടുകളായുള്ള പ്രബോധനങ്ങളെയും സഭാപിതാക്കന്മാരെയും വിശുദ്ധരെയും മാർപ്പാപ്പമാരെയും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്. ഇതുവരെയും ആദ്യ നാളുകൾ മുതൽ കത്തോലിക്കാ സഭ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മയുള്ള ബന്ധത്തെക്കുറിച്ചും എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റവും ഇവിടെ വരുന്നില്ല. മറിച്ച് ഇവിടെ 2 സംബോധനകൾ നമ്മൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ വ്യക്തത ഉണ്ടായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്നുള്ള ഒരു പരാമർശനം
പരിശുദ്ധ അമ്മ കൃപാവരങ്ങളുടെ നാഥ അല്ലെങ്കിൽ മധ്യസ്ഥയാണ്. ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പം അല്പം അവ്യക്തതയുടെ സാധ്യതയുണ്ട്. അവ്യക്തത വേണ്ട, അതിനെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് എന്നുള്ള വിശദീകരണക്കുറിപ്പ് മാത്രം സഭ നൽകിയിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ വരാം. ഈ 197 അടിക്കുറിപ്പുകൾ ഞാൻ ചുമ്മാ ഒന്ന് എണ്ണി എടുക്കുകയായിരുന്നു. എന്തുമാത്രം സഭയുടെ പാരമ്പര്യത്തിൽ ഇതുവരെ സഭ എന്തെല്ലാം മാതാവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, അതിൽ അടിവശം നിൽക്കുന്നതാണ്. കാരണം ഈ അടിക്കുറിപ്പുകളിൽ ആദ്യകാല സഭാപിതാവാണ് അഗസ്തീനോസിന്റെ പ്രബോധനങ്ങൾ 7 പ്രാവശ്യം ഉദ്ധരിക്കുന്നുണ്ട്. തോമസ് അക്വിനാസ് നമുക്കറിയാം, വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. സഭയുടെ വിശ്വാസ മേഖലകളിലെല്ലാം സുമ്മാ തിയോളജിക്ക എന്ന് പറയുന്ന വിപുലമായ ഗ്രന്ഥ പരമ്പരയിലൂടെ സഭയുടെ ദൈവശാസ്ത്ര മേഖല എല്ലാം വ്യാഖ്യാനിച്ച് പങ്കുവച്ച അക്വിനാസിനെ ഈ ചെറിയ രേഖയിൽ 28 പ്രാവശ്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. 28 പ്രാവശ്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ 28 പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്, അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ്. പോളാറാമൻ മാപ്പയെ 9 പ്രാവശ്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ 27 പ്രാവശ്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പുതിയ കാര്യമൊന്നും അല്ലേ പഠിപ്പിക്കുന്നത് എന്ന് ഒരു വ്യക്തത നമുക്ക് വേണം. അതുകൊണ്ടാണ് പറയുന്നത്. മറ്റ് നിരവധിയായ സഭാ സിനഡുകൾ 6 എണ്ണം ഉദ്ധരിച്ചിട്ടുണ്ട്, 6 എണ്ണം. പിന്നെ സഭയുടെ തന്നെ വിശ്വാസ തിരുസംഘത്തിൻ്റെ മുൻകാല പ്രബോധനങ്ങൾ 5 എണ്ണം ഉദ്ധരിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രബോധനങ്ങളിൽ നിന്ന് 28 പ്രാവശ്യം ഈ രേഖയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റ് സഭാപിതാക്കന്മാർ അംബ്രോസും അങ്ങനെയുള്ള മറ്റ് സഭാപിതാക്കന്മാർ 20 പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ബെനഡിക്ട് 16 പാപ്പയുടെ പ്രബോധനങ്ങൾ 7 പ്രാവശ്യം. മറ്റ് വിശുദ്ധരെ പറ്റി പറയുമ്പോൾ 9 പ്രാവശ്യം. മറ്റ് മാർപ്പാപ്പമാരെ കുറിച്ച് 9 പ്രാവശ്യം. CCC അവിടെ മതബന്ധം 3 പ്രാവശ്യം. പിന്നെ ലിയോ പാപ്പയുടെ പ്രബോധനങ്ങൾ ഈ ചെറിയ നാളുകൾ 2 പ്രാവശ്യമുള്ളൂ. അവിടുത്തെ ലിയോ മാർപ്പാപ്പ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പുത്തനായിട്ട് വേറെ പഠിപ്പിക്കുന്ന അല്ല എന്നുള്ളത് ഈ അടിക്കുറിപ്പുകൾ തന്നെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതങ്ങ് അഗസ്തീനോസ് സഭാപിതാക്കന്മാർ മുതൽ ഇതുവരെ നൂറ്റാണ്ടുകളിലൂടെ സഭാ സിനഡുകളും വിശുദ്ധരും അമ്മയെക്കുറിച്ച് പങ്കുവച്ച കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ചില കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി സഭ നൽകിയിരിക്കുന്ന ഒരു പ്രബോധനമാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കരുത് എന്നൊക്കെ ഇത് വെച്ചുകൊണ്ട്, അതുകൊണ്ട് പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കാവോ, ചില ആൾക്കാരൊക്കെ ശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഇനി കൊന്തയെല്ലാം പറ്റുമാവോ, ഇനി മാതാവിനെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമാവോ, ഇങ്ങനെയുള്ള ശങ്കകൾ പോലും വളരെ ആത്മാർത്ഥതയും അമ്മയുടെ ഭക്തിയുള്ള അനേകർ വല്ലാണ്ട് കലങ്ങി ഇനിയിപ്പോൾ അമ്മയെ ഒഴിവാക്കിയത് പെന്തക്കോസ്തുകാർ പറയുന്ന പോലെയാണോ സഭ പഠിപ്പിക്കുന്നത്? ഒരു കലക്കത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പ്രമാണരേഖ സഭ അവസാനിപ്പിക്കുന്നത് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് പ്രേ ഫോർ അസ്. ഈ രേഖ അവസാനിപ്പിച്ചിരിക്കുന്നത് തന്നെ അമ്മയോടുള്ള പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥന കൃത്യം ഇതാണ്: മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വസ്ത ജനത്തിൻ്റെ അല്ലെ വിശ്വാസി ഗണത്തിൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത് കൃത്യം മനസ്സിലാക്കണം. അങ്ങനെ അപേക്ഷിച്ചുകൊണ്ടാണ് ലിയോ മാർപ്പാപ്പ ഈ ഒരു രേഖ സമാപിപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ രേഖയ്ക്ക് പാപ്പ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ 7-ാം തീയതിയാണ്. ഒക്ടോബർ 7 നമുക്കറിയാം, ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ്. അമ്മയുടെ ജപമാല സാന്നിധ്യം അല്ലെ വിജയമാതാവ് കഴിഞ്ഞ മാസം വിജയമാതാവിൻ്റെ തിരുനാളായിരുന്നു അത്. അതുപോലെ ജപമാല രാജ്ഞിയുടെ തിരുനാട് മാറ്റി ജപമാല മാസം. ഇതിനെ മുഴുവനും അംഗീകരിച്ചുകൊണ്ടാണ് ഒക്ടോബർ 7-ാം തീയതി തന്നെ മാർപ്പാപ്പ ഈ ഒരു രേഖയ്ക്ക് ഒപ്പുവെച്ചിരിക്കുന്നത്. അങ്ങനെ ഒപ്പുവെച്ചത് നവംബർ 4-ാം തീയതിയാണ് നമുക്ക് പ്രസിദ്ധപ്പെടുത്തി ലഭ്യമായത് എന്നേ ഉള്ളൂ. ഇതിനകത്ത് ആരംഭിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പങ്കുവെച്ചിരിക്കുകയാണ്. ഞാനിതൊന്ന് പെട്ടെന്ന് എടുത്ത് ഓടിച്ച് വായിച്ച് കടന്നു പോയപ്പം ഇതേക്കുറിച്ചൊരു വ്യാഖ്യാനം ഏതാനും സെഷനുകളായിട്ട് യൂട്യൂബിൽ ഇടണം എന്നെനിക്ക് ശക്ത പ്രേരണ വരികയായിരുന്നു. മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ നൽകുന്നൊരു പ്രബോധനം തന്നെയാണിത്. 2 കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കാൻ പറയുന്നത്. പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ്. സഹരക്ഷകയാണെന്ന് പറയുന്നിടത്ത് ഇത് പരിശുദ്ധ അമ്മ ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിൽ വളരെ അടുത്ത് സഹകരിച്ചത്, ആദരവോടെ നന്ദിയോടെ ഹൃദയത്തിൽ ഒപ്പിയെടുത്ത അനേക വ്യക്തികൾ, അമ്മ നിർവഹിച്ച വലിയ
ദൗത്യം, സഹകാരികത്വം, അതിനെ പങ്കുവെക്കാനായിട്ട് ഉപയോഗിച്ചു പോയ ഒരു വാക്കാണ് സഹരക്ഷക. പക്ഷെ ഈശോയാണ് രക്ഷകൻ, ഈശോയാണ് കുരിശിൽ മരിച്ചത്, ഈശോയുടെ ബലിയിലൂടെയാണ് രക്ഷ നേടിയെടുത്തത്. നമുക്കൊരു സഭ എത്ര അധികാരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അടിവരെ യേശു ഏക രക്ഷകൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അവിടെ വേറൊരു രക്ഷകനോ രക്ഷകയോ വേറെ ഇല്ല. അതിനോട് ആ രക്ഷകനോട് ഏറ്റവും സഹകരിച്ച ആളെന്ന രീതിയിലാണ് ചില വിശുദ്ധരും നമ്മുടെ ജോൺ പാപ്പ 7 പ്രാവശ്യം അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് സഹരക്ഷക. അത് പക്ഷെ അങ്ങനെ പരാമർശിച്ചെങ്കിലും അത് ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകുമ്പം അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപ്പ അത് ആധികാരികമായിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് മാതാവിനെ. ജോൺ പാപ്പ ഇതിനെ തന്നെ പറഞ്ഞു 7 പ്രാവശ്യം ജോൺ പാപ്പ അങ്ങനെ അമ്മയെ സംബോധന ചെയ്യുന്നുണ്ട്. പക്ഷേ രക്ഷകൻ ഈശോ മാത്രമാണ്. പരിശുദ്ധ അമ്മ രക്ഷിക്കപ്പെട്ടവരിൽ ഒന്നാമത്തെ ആളാണ്. അമ്മ രക്ഷിക്കുന്ന രക്ഷകയല്ല, അമ്മയും രക്ഷിക്കപ്പെട്ടതാ ഈശോ വഴി. ഇത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈശോയുടെ ഏറ്റവും ഒന്നാമത്തെ ശിഷ്യ ആയിട്ട് മാറിയത് പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ ശിഷ്യയായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ വചനം ഉള്ളിലെടുത്തുകൊണ്ട് നിരന്തരം ഈശോയ്ക്കൊപ്പം ജനിച്ചുകൊണ്ട് ഈശോ പറയുന്ന ചെയ്യാൻ അമ്മ എപ്പോഴും പഠിപ്പിച്ചു. അതിനു മുമ്പ് അമ്മ തന്നെ ചെയ്തു. ഈശോ പറയുന്നുണ്ട് പിതാവിൻ്റെ ഇഷ്ടം, അതാണ് ഈശോ വെളിപ്പെടുത്തുന്നത് പഠിപ്പിക്കുന്നത്. ആ ഇഷ്ടം നിറവേറ്റിക്കൊണ്ടാണ് ഈ പറഞ്ഞ സ്ത്രീ, മേരി എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ അമ്മയായത്. ആരാ എൻ്റെ അമ്മ? സഹോദരൻ സഹോദരി, നമുക്കറിയാമല്ലോ, പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാ. അപ്പോൾ ഈശോ തന്നെ അമ്മയെക്കുറിച്ച് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ടാണ് നസ്രത്തിലെ ഈ സ്ത്രീ എൻ്റെ അമ്മയായിട്ട് മാറിയത്. നിങ്ങൾ ആരെങ്കിലും സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിലുള്ള മാർഗം ഇത് തന്നെയാണ്, ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക. ലൂക്ക മനോഹരമായിട്ട് പങ്കുവെക്കുമ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ രേഖയ്ക്കകത്ത് സഭ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ലൂക്ക തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ആദ്യ വാക്കുകൾ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് അനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠതയോ ഫരിസേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി പോകുന്നത്. ലൂക്ക സുവിശേഷം 1:1-2 വാക്യങ്ങൾ. അപ്പോൾ ലൂക്ക ആ നാട്ടുകാരനല്ല, ലൂക്ക ഒരു യഹൂദനുമായിരുന്നില്ല. പക്ഷേ ഈശോയെക്കുറിച്ച് അറിയാനിട വന്നു, പലസ്തീന നാട്ടിലെത്തി. അപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എഴുതാൻ ആഗ്രഹിച്ചു, അറിവുള്ള ആളായിരുന്നു. എഴുതാൻ ആഗ്രഹിച്ചപ്പോൾ അങ്ങേര് നാട്ടിൽ വന്നിട്ട്, പാലസ്തീന നാട്ടിൽ വന്നിട്ട് ഈശോയുമായിട്ട് നേരിട്ട് കണ്ട് കേട്ട് ഒരുമിച്ച് പെരുമാറി പരിചയമുള്ള അനേകരെ കണ്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചിട്ട് കിട്ടിയ വിവരങ്ങൾ ഒരു കൃത്യമായ ക്രമത്തിൽ പങ്കുവെക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ആരംഭിക്കുന്നു തന്നെ. അപ്പം ഈ ഒരു കാര്യം ഈ രേഖയിൽ മാർപ്പാപ്പ സഭ കൃത്യം എടുത്തു പറയുകയാണ്. ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇവിടെ സഭ പറയാണ്, ആദ്യം മുതൽ വചനത്തിൻ്റെ ദൃക്സാക്ഷികളായവരിൽ ഒന്നാമത്തെ ആള് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ഒന്നാമത്തെ ആള്, വചനത്തിൻ്റെ ദൃക്സാക്ഷി. വചനം ഗബ്രിയേൽ വന്ന് പറയുമ്പം നിന്റെ വചനം പോലെ എന്നിന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഉദരത്തിൽ യേശുവിനെ സ്വീകരിച്ചു. 9-10 മാസം ഉദരത്തിൽ വളർത്തി ജന്മം കൊടുത്തു, കയ്യിലെടുത്ത് അങ്ങനെ കൊണ്ടുവരുന്ന പരിശുദ്ധ അമ്മ. ഈശോയുടെ ജീവിതത്തിൻ്റെ ഉത്ഭവത്തിന് മുമ്പ് തന്നെ അമ്മ ധ്യാനിക്കാൻ തുടങ്ങി ഈശോ എന്നുള്ള ദൈവിക രഹസ്യ പദ്ധതിയുടെ വ്യക്താവിനെ കുറിച്ച്. അത്രയും ഈശോയെക്കുറിച്ച് ധ്യാനിച്ച വേറെ ആരുമില്ല. അതാ ജോൺ പാപ്പ ജപമാല വർഷം പ്രഖ്യാപിച്ചപ്പോൾ 2002-2003 ജപമാല വർഷം പ്രഖ്യാപിച്ചപ്പം നൽകിയ പ്രബോധനത്തിൽ പറഞ്ഞു, നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ അമ്മയുടെ പള്ളിക്കൂടത്തിലായി ഇരിക്കുന്നത്, അമ്മയുടെ സ്കൂളിലിരിക്കുക. ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയാണ് നമ്മൾ. ഈ അമ്മയുടെ പള്ളിക്കൂടത്തിൽ ഒരൊറ്റ അധ്യാപികയേ ഉള്ളൂ, പരിശുദ്ധ അമ്മ. അവിടെ ഒറ്റ വിഷയമേ ഉള്ളൂ, ഈശോ. ആ ഈശോയെ പഠിപ്പിക്കുന്നത് അതുവരെ 15 പുസ്തകങ്ങൾ അല്ല അധ്യായങ്ങളായിട്ടായിരുന്നു, പാഠങ്ങളായിട്ടായിരുന്നു. ജോൺ പാപ്പ 5 കൂടെ കൂട്ടിച്ചേർത്ത് 20 പാഠങ്ങളാക്കി, 20 രഹസ്യങ്ങൾ ദേവമാലയുടെ. അങ്ങനെ എല്ലാ ദിവസവും അമ്മയുടെ പള്ളിക്കൂടത്തിൽ കയറിയിരുന്ന് നമ്മൾ ഈശോയെക്കുറിച്ച് അമ്മയുടെ മുഖത്ത് നിന്ന് പഠിക്കണം എന്നാണ് ജോൺ പാപ്പ പഠിപ്പിച്ചിരിക്കുന്നത്. അതേപറ്റി നൽകിയിട്ട് വിശദീകരണം. കാരണം അമ്മയുടെ മുഖത്ത് നിന്ന് പഠിപ്പിച്ച അമ്മയെപ്പോലെ ഈശോയെ ഒപ്പിയെടുത്ത വേറെ ഒരു ദൃക്സാക്ഷി ഇല്ല, വേറെ ഒരു ദൃക്സാക്ഷിയില്ല അമ്മയെപ്പോലെ ഇത് ഒപ്പിയെടുത്തവർ.
ജനിച്ചു വീണ കുഞ്ഞ് ആദ്യമായിട്ട് കാറിയപ്പോൾ കണ്ണുകൊണ്ട് നോക്കി കണ്ടത് മുതൽ, അതിനു മുമ്പ് അങ്ങനെ ഉദരത്തിലായിരിക്കുമ്പം, പിന്നെ ആ ഉണ്ണിയുടെ കുഞ്ഞിൻ്റെ ഈശോയുടെ ഓരോ നോട്ടവും ഭാവവും ചലനങ്ങളും നടപ്പും എടുപ്പും വളർച്ചയും എല്ലാ അനുഭവങ്ങളും ഇതുപോലെ ഒപ്പി എടുത്ത വേറെ ഒരു വ്യക്തിയുമില്ല. അവിടെ അമ്മ, അതിവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് രേഖയ്ക്കകത്ത്. അങ്ങനെ ജനനം മുതൽ ചില സംഭവങ്ങൾ മാത്രം ലൂക്കാ സുവിശേഷം പങ്കുവെച്ചു. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കാണാവ സഭ അമ്മ പറഞ്ഞു കൊടുത്തതാണ്. ലൂക്ക എഴുതിയിരിക്കുകയാണ്. പരസ്യജീവിതം ആരംഭിക്കുമ്പം യോഹന്നാൻ പങ്കുവെക്കുന്നുണ്ട്, കാനായിലെ കല്യാണത്തിൻ്റെ അവസരത്തിൽ അമ്മയാണ് ഈശോ പരസ്യജീവിതത്തിലേക്ക് ആനയിക്കുന്നത്. പിന്നീടും ഈശോയെ തേടി അമ്മയും മറ്റ് സഹോദരന്മാരും വരുന്ന രംഗം, കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ, നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം, അവിടെ സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട് ഈശോ സംസാരിക്കുന്നു. പിന്നെ ആ സ്ത്രീയെ അമ്മ എന്ന് റെഫർ ചെയ്യുന്നു. ഇത് കൃത്യമായിട്ട് രേഖയിൽ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അമ്മ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞും യോഹന്നാൻ നോക്കി, ഇതാ നിന്റെ അമ്മ. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. സ്ത്രീ എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ് സ്ത്രീ എന്ന് വിളിച്ചത്? അത് രേഖയിൽ കൃത്യമായിട്ട് പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഭാഗഭാഗിത്വം സാൽവേഷൻ ഹിസ്റ്ററിയിൽ 4, 5, 6, 7, 8 ഖണ്ഡികളിൽ സഭ കൃത്യം പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ പാർട്ടിസിപ്പേഷൻ ഈ രക്ഷാകര പദ്ധതിയിൽ. അത് പറഞ്ഞു വരുമ്പോൾ മേരീസ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്രൈസ്റ്റ് സേവിംഗ് വർക്ക് ഈസ് അറ്റസ്റ്റഡ് ടു ഇൻ സ്ക്രിപ്ചർ വിച്ച് പ്രസൻസ് എ സേവിംഗ് ഇവന്റ് accomplished in Jesus Christ as a promise in the Old Testament and as a fulfillment in the New Testament. Mary is foreshadowed in Genesis chapter 3 verse 15 because she is the woman who shares the definitive victory over the serpent. സർപ്പത്തിൻ്റെ മേലുള്ള നിത്യമായ വിജയത്തിൻ്റെ പിന്നിൽ ഉള്ളതായിട്ട് ഉൽപ്പത്തി 3:15 നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നതാണല്ലോ. ഉൽപ്പത്തി 3:15 കാണുന്ന സ്ത്രീയുടെ സന്തതി, അതേപ്പറ്റി എടുത്ത് ഈ 5-ാമത്തെ ഖണ്ഡികയിലെ സഭയോട് പറഞ്ഞിട്ട് ആരംഭിക്കുകയാണ്. സർപ്പത്തെ കീഴടക്കുന്നതിൽ സന്തതി, ലോകത്തിന് പ്രദാനം ചെയ്യാനുള്ള സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. അവിടെ റെഫറൻസ് ആരംഭിച്ചിട്ടാണ് ഇവിടെ യോഹന്നാൻ 19 കുരിശിൽ കിടക്കുന്ന ഈശോ അമ്മയെ സ്ത്രീ എന്ന് സംബോധന ചെയ്യുന്നത്. ആ സ്ത്രീ എന്നുള്ള വിളി എന്തുകൊണ്ട് ഈശോ വിളിച്ചത്? ഇവിടെ വീണ്ടും പറയുകയാണ്, കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ പരിശുദ്ധ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചു. അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ് 6-ാമത്തെ ഖണ്ഡികയിൽ. എന്തുകൊണ്ടാണ്? ഉൽപ്പത്തി 3:15 കാണുന്ന സ്ത്രീ സർപ്പവുമായുള്ള യുദ്ധത്തിൻ്റെ ആ ഒരു സാങ്കത്യം അതുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഈശോ. യോഹന്നാൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈശോ പരസ്യജീവിതം ആരംഭിക്കുമ്പം ഈ സ്ത്രീയുടെ ഒരു പ്രേരണ, ഇടപെടൽ അല്ലെങ്കിൽ മാധ്യസ്ഥം, അതിലൂടെയാണ് ഈശോ പരസ്യജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. പരിശുദ്ധ അവസാനിക്കുമ്പോഴും സ്ത്രീ എന്നുള്ള വിളി വീണ്ടും വരികയാണ്. സ്ത്രീ എന്ന് വിളിക്കുന്നത് കുരിശിൽ കിടക്കുന്ന ഈശോ. അത് അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഈശോ ഈ താഴെ നിൽക്കുന്ന നസ്രത്തിലെ മേരി എന്ന് പറയുന്ന തന്റെ അമ്മയായിരിക്കുന്ന സ്ത്രീയെ ഉൽപ്പത്തി 3 സ്ത്രീയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ആ സ്ത്രീയുടെ സന്തതിയാണ് ഞാനെന്ന് വ്യക്തമാക്കുന്നു. ആ സ്ത്രീ പ്രേരിപ്പിച്ച് തന്നെ പരിശുദ്ധ ആരംഭിക്കുന്ന കാണിക്കുന്നു. യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിന് പരിശുദ്ധ അവസാനിപ്പിക്കുമ്പം വീണ്ടും സ്ത്രീ എന്ന് വിളിക്കുന്നു. യോഹന്നാൻ അമ്മയെന്ന് വിളിക്കാൻ അറിയാൻ പറഞ്ഞിട്ടാണോ? ഈശോയ്ക്ക് അമ്മയെന്ന് വിളിക്കാൻ അറിയാൻ പറഞ്ഞിട്ടാണോ? ഈശോയ്ക്ക് അറിയാം അമ്മയാണിത്, മേരി എന്ന പേര്, അതെല്ലാം അറിയാം. എന്നിട്ടും കുരിശിൽ കിടക്കുന്ന ഈശോ എന്തുകൊണ്ടാണ് സ്ത്രീ എന്ന് വിളിച്ചത്? ഇവിടെ രേഖ കൃത്യമായിട്ട് പറയുകയാണ്. അത് ഈ ഒരു രക്ഷാകര പദ്ധതിയിൽ മറിയത്തിനുള്ള സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. യോഹന്നാൻ നോക്കിക്കൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ മേരിയെ പറ്റി 2 പരാമർശനമാണ് കുരിശിൽ കിടക്കുന്ന ഈശോ അവിടെ നടത്തുന്നതായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സ്ത്രീ എന്നുള്ളത് ഉൽപ്പത്തി മുതൽ, പിന്നെ ഇവിടെ പറയുകയാണ് വെളിപാടിലേക്ക്, വെളിപാട് 12 കാണുന്ന ദർശനം. സ്ത്രീ വലിയ അടയാളം, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ ഗർഭിണിയായിരുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ആൺകുട്ടി, രക്ഷകൻ. അങ്ങനെ പറഞ്ഞ ആ സ്ത്രീയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ സ്ത്രീ നമുക്കിന്ന് ആരായിരിക്കണം? അതാണ് ഈശോ അവസാനം കുരിശിൽ കിടന്ന് പറയുന്നത്. യോഹന്നാൻ നോക്കിക്കൊണ്ട് ഇതാ നിന്റെ അമ്മ. അപ്പൊ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ മേരിയെക്കുറിച്ച് 2 വാക്കുകൾ പറയുന്നു. സ്ത്രീ എന്നുള്ള വാക്ക് അത് ബൈബിൾ മുഴുവനിലേക്കും നോക്കിക്കൊണ്ട് കണക്ട് ചെയ്യുന്നു. അമ്മ എന്നുള്ള വാക്ക് അത് മുതൽ മുന്നോട്ട് ലോകാവസാനം വരെ ഭൂമി ജീവിക്കാൻ പോകുന്ന സകല വിശ്വാസികൾക്കും ഈ സ്ത്രീ അമ്മയായിരിക്കണം എന്ന് അതുവഴിയായിട്ട് ഈശോ ഉദ്ദേശിക്കുന്നു എന്ന് ഇവിടെ രേഖ പറയുകയാണ്. ഇത് മാത്രമല്ല, രേഖ തുറന്നു പറയുകയാണ്, അത് കഴിഞ്ഞപ്പോൾ ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു പറഞ്ഞ് തലയായിച്ച് തന്നെ ആത്മാവിനെ സമർപ്പിച്ചു.
അപ്പൊ നമുക്ക് അമ്മയെ തന്നപ്പോഴാണ് എല്ലാം പൂർത്തിയായത് എന്ന് ഇവിടെ ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആ അമ്മയുടെ മക്കളാണ് നമ്മൾ. ഈ അമ്മയെ കൂടെ നമുക്ക് പറ്റത്തില്ല. ഈ അമ്മയുടെ കൂടെ നിന്ന് വേണം നമ്മൾ സർപ്പത്തിനെതിരെ പൊരുതാൻ. സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. വീണ്ടും ഇവിടെ ഉൽപ്പത്തി 12:17 വചനവും ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. മദർ ഓഫ് മെസ്സായ, ഉൽപ്പത്തി 12:5. മിശിഹായുടെ അമ്മയാണ് സ്ത്രീ. അതാണ് അവളൊരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു, അപ്പോൾ സർപ്പം അതിനെ വിഴുങ്ങാൻ വന്നു എന്ന് പറയുന്നതായ ഉൽപ്പത്തി 15 മിശിഹായുടെ അമ്മയാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് തുറന്നു പറയാണ്, ആൻഡ് ദ മദർ ഓഫ് ദ റെസ്റ്റ് ഓഫ് ഹെർ ചിൽഡ്രൻ. ഉൽപ്പത്തി 12:17. ഈ സ്ത്രീയുടെ ശേഷിച്ചിരുന്ന സന്താനങ്ങളോട് യുദ്ധം ചെയ്യാൻ സർപ്പം പുറപ്പെട്ടു. അപ്പൊ വിശ്വാസികൾ, യേശുവിനെ വിശ്വസിക്കുന്നവരും ദൈവകൽപ്പന പാലിക്കുന്നവരുമായ സകലരുടെയും അമ്മ ആണ് പരിശുദ്ധ കന്യക മേരി എന്ന് സഭ എടുത്തു പറയുകയാണ്. ഇത് അമ്മയുടെ കൂടെ നമ്മൾ നിൽക്കുന്ന സർപ്പത്തിൻ്റെ പോരാട്ടത്തിലാണ്. സ്നേഹമുള്ളവർ, ഇതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകൾ മുതലേ കിട്ടിയിരിക്കുന്ന വിശ്വാസത്തെ അടിവരയിട്ട് തരാനായിട്ട് സാധിക്കുക. അവിടെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അമ്മയോട് എടുക്കുന്നതായ വാത്സല്യം, അമ്മയോടുള്ള അടുപ്പം, സ്നേഹം, അമ്മയ്ക്ക് സഭയിലുള്ള സ്ഥാനം, നമ്മുടെ ലൈഫിലുള്ള സ്ഥാനം, ഇതിലൊന്നും മാർപ്പാപ്പ അല്ലെങ്കിൽ സഭ ഈ നാടുകളിൽ അല്പം പോലും മാറ്റിക്കളയുകയല്ല, മറിച്ച് ഒന്നുകൂടെ അടിവരയിട്ട് പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അമ്മയോട് ഈ സ്നേഹം വെച്ചുകൊണ്ട് കലാകാലങ്ങൾ അനേക ഭക്ത അഭ്യാസങ്ങൾ സഭയിൽ ജനപദങ്ങളിടയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടായി. സഭ അവസാനം എടുത്ത് പറയുകയാണ്. മറിയം തീർത്ഥാടന കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾ ഓരോന്നും മനോഹരമായ അനുഭവമാണെന്ന് പങ്കുവെക്കുന്നൊരു വലിയൊരു പാരഗ്രാഫ് നൽകിക്കൊണ്ട് തന്നെയാണ് അവസാനം ഈ ഒരു പ്രബോധനം അവസാനിപ്പിച്ചിരിക്കുന്നതും. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ ആവശ്യമില്ലാത്ത കലക്കത്തിലേക്ക് ഒന്നും പോകരുത്. ഈ പ്രമാണരേഖയിൽ സഹരക്ഷക എന്നുള്ള പ്രയോഗം അതൊരു അമ്മയുടെ സ്നേഹം വെച്ചുകൊണ്ട് അമ്മ ഈശോയുടെ കുരിശിൽ ഇതുമാത്രം ചേർന്നായിരുന്നു എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന അതിർന്ന് തെറ്റൊന്നുമല്ല. പക്ഷെ ദൈവശാസ്ത്രപരമായിട്ട് പറയുമ്പം ഈശോയാണ് രക്ഷകൻ. ആ രക്ഷകന്റെ ദൗത്യത്തിൽ പങ്കുചേർന്ന വ്യക്തി എന്ന രീതിയിലാണ്, ഏറ്റവും അടുത്ത് ചേർന്ന വ്യക്തിയുടെ അമ്മയ്ക്കുള്ള സ്ഥാനം. അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. സഹരക്ഷക എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മ തന്നെയും രക്ഷിക്കപ്പെട്ടയാളാണ്. രക്ഷകൻ ഒരാളെ ഉള്ളൂ. ഇത് നമുക്കറിയാം, നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സഹരക്ഷക പറയുന്നു. ഇതേപ്പറ്റി വ്യാഖ്യാനിച്ചു വന്നപ്പോൾ ഒരു ബന്ധക്കോസ് സഹോദരൻ ഇങ്ങനെ പുച്ഛിച്ച് നിന്ദിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടു. സ്വർണ്ണാലയമേ എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ വിളിക്കുന്ന കത്തോലിക്കര് ഇതെന്നാ ജൗളിക്കടയാണോ, സ്വർണ്ണാലയം, ജൂവലറി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു തർക്കത്തിലേക്കല്ല പോകേണ്ടത്. നിന്ദയിലേക്കും പുച്ഛത്തിലേക്കും അല്ല. നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സ്നേഹിതരെ, എൻ്റെ തങ്കക്കുടമേ, പൊന്നും കുടമേ, എൻ്റെ പൊന്നേന്ന് വിളിക്കും, മറ്റേ ആളുടെ സ്വർണ്ണക്കട്ടിയാണെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിൻ്റെ ഒരു അടുപ്പത്തെ സ്നേഹത്തെയും പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കെന്ന് മാത്രമേ ഉള്ളൂ. ലുത്തിനിയായിൽ അമ്മയെക്കുറിച്ചുള്ള മക്കളുടെ സ്നേഹം എല്ലാം പ്രകടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, പരാമർശങ്ങളുണ്ട്. അത് ചില വചന സൂചനകളുള്ളതുണ്ട്, വിശുദ്ധരുടെ സൂചനകൾ പങ്കുവെക്കലുകളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതെല്ലാം വെച്ചുള്ള ഒരു പാട്ടാണത്. അമ്മയെ വാഴ്ത്തുന്നു, അത്രയേ ഉള്ളൂ. അമ്മയെ വണങ്ങുന്നു. അത് ബൈബിളിൽ തന്നെ ഇല്ല. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് ലൂക്ക കൃത്യമായിട്ട് സ്തോത്രഗീതത്തിൽ പറയുന്നുമുണ്ട്, കാണുന്നുമുണ്ട്. അത് ഒരു തെറ്റുമില്ല. അവിടെ ഇങ്ങനെയുള്ള ഒരു തർക്ക അവസ്ഥയിലേക്ക് പോകാനായിട്ട് ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യം. തർക്ക അവസ്ഥയിലേക്ക് പോകുക എന്ന് പറയുമ്പം ഇപ്പം ഈ വചനം ബൈബിൾ മാത്രം എടുത്താൽ മതി, അമ്മയും വിശുദ്ധരും ഒക്കെ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ തർക്കിക്കുന്ന ആൾക്കാർ, ഞങ്ങളാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ല, വചനം പഠിക്കാത്തവരാന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ റോമാലേഖനത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വചനം പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരെ സ്വീകരിക്കുവിൻ. അത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് തർക്കിക്കാനാകരുത്. വിശ്വാസങ്ങൾ വ്യത്യാസമായിട്ടുണ്ടോ? ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, താൻ നടത്തുന്ന ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ആ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 12 വാക്യങ്ങൾ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12 വാക്യങ്ങളിൽ, ഇത് ഈ കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, ഈ യേശു സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായിട്ട് പരിശ്രമിക്കുകയാണ്.
എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ള ലക്ഷ്യമാക്കി മുന്നേറുകയാണ്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അപ്പസ്തലൻ പറയുകയാണ്, എന്നാൽ ആരെങ്കിലും 15-ാം വാക്യം, അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾ വ്യക്തമാക്കി തരും. തർക്കിക്കണ്ട. എന്തിനാ തർക്കിക്കുന്നത്, നിന്ദിക്കുന്നത്? ഈ തർക്കിക്കുക എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രാമത്തേതാ? നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എത്രാമത്തേതാ? നമ്മളിത് മീഡിയയിലേക്ക് നോക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തുമാത്രം തർക്കമാണ്, എന്തുമാത്രം നിന്ദയാണ് ആൾക്കാർ കോരിച്ചൊരിയുന്നത്. മാതാവിനെ നിന്ദിക്കുന്ന വെറുക്കുന്ന അനേക വ്യക്തികൾ ഇങ്ങനെ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കുന്ന വീഡിയോകൾ ഒത്തിരി നമ്മൾ അവിടെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് ഇതാണ്, ഈ തർക്കിക്കുക, നിന്ദിക്കുക. ഇത് ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ട്, ഞങ്ങൾ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന വ്യക്തികളാണ്, ഞങ്ങൾ പെന്തക്കോസ്തായുടെ അഭിഷേകം പേറുന്നവരാണ്, ഞങ്ങൾ വചനം നിരന്തരം പാലിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് സ്വയം അഭിമാനിക്കുകയും നമ്മളെ നോക്കിക്കൊണ്ട് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ രൂപങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ ഇവർ തന്നെ മറന്നു പോവുകയാണ്. അവർ വചനത്തിൻ്റെ വഴി വിട്ട് പോവുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശൈലി വിട്ട് പോവുകയാണ്. എന്താണ് ആ ശൈലി വിട്ട് പോകുന്നത്? ഒന്ന്, വചനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയും വേറെ ആരെയും നിന്ദിക്കുകയല്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തി ഒരിക്കലും ആരെയും, മത്തായി 18 പറയുന്നില്ല, ഈ ചെറിയവൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരെയും നിന്ദിക്കണ്ട, മാർപ്പാപ്പയെ നിന്ദിക്കണ്ട, സഭയെ നമ്മൾ പെന്തക്കോസ്തരെ നിന്ദിക്കുന്നില്ല. നിന്ദിക്കാന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളില്ല. നിന്ദിക്കുന്ന വ്യക്തിയുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവല്ല, ഫലത്തിൽ നിന്ന് വിഷത്തെ അറിയണം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ എത്രാമത്തെ നിന്ദിക്കുക? ഒരിക്കലുമില്ല. അവിടെ സഭ ഒരിക്കലും ആരും നിന്ദിക്കുന്നില്ല, മറ്റു മതങ്ങളെ പോയി സഭ നിന്ദിക്കുന്നില്ല. അപ്പം സഭ വളരെ പരിശുദ്ധാത്മാവോട് ചേർന്നും ചിന്തിച്ചും ധ്യാനിച്ചും അനേക വിശുദ്ധരുടെ സാക്ഷ്യങ്ങളെടുത്ത് ഉള്ളെടുത്തും, ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ രേഖയെ പോലും 197 പ്രാവശ്യമാണ് സഭ ഈ ഡോക്യുമെൻ്റ് നൽകുമ്പോൾ സഭയുടെ നൂറ്റാണ്ടുകൾ പുറകോട്ട് നോക്കിയിട്ട് അനേക വിശുദ്ധർ, ദൈവശാസ്ത്രജ്ഞരും സഭയുടെ ഒഫീഷ്യൽ പ്രബോധനങ്ങളൊക്കെ നൽകിയിരിക്കുന്ന പ്രബോധനങ്ങളെല്ലാം നോക്കിയിട്ട് അതിൽ വേരിറക്കി നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രബോധനം നൽകുന്നത്. പെട്ടെന്ന് നമുക്കതേപറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ തോന്നിപ്പോകും. പക്ഷെ ഒരു തെറ്റുമില്ല. മാർപ്പാപ്പായ്ക്ക് അപ്രമാദിത്വം എന്ന് പറയുന്നത് മാർപ്പാപ്പായുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്നിട്ട് മാർപ്പാപ്പ ഔപചാരികമായിട്ട് പഠിപ്പിക്കും. തെറ്റ് പറ്റിയല്ല. ആ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ തോന്നുന്നില്ലെന്നും പറയുന്നതുകൊണ്ടല്ല. ഇവിടെ മാർപ്പാപ്പ ഒക്ടോബർ 7-ാം തീയതി ഒപ്പുവെച്ചു ഈ ഒരു രേഖയ്ക്ക്. അത് മാർപ്പാപ്പയുടെ സ്വന്തം ആശയങ്ങളൊന്നുമല്ല അതിനകത്ത്, മാർപ്പാപ്പ ഉള്ളു ചേർത്തിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ അത് മുഴുവനും ആദ്യമ വചനത്തിൽ തുടങ്ങി സഭാപിതാക്കന്മാർ ഈ 2000 വർഷ സഭയുടെ കൃത്യമായ പ്രബോധനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങളിൽ അടി ഉറച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രബോധനം. തെറ്റിൻ്റെ വിഷയമേ അവിടെ ഇല്ല. അത് അപ്രമാദം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു തർക്കത്തിൻ്റെ വിഷയമല്ല, നിന്ദയുടെ വിഷയമല്ല. പക്ഷെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് അഭാഷണ സഹോദരങ്ങൾ തെറ്റിപ്പോകുന്നത് ഈ സഹോദരങ്ങൾ അറിയുന്നില്ല. എന്തുമാത്രമാണ് മാർപ്പാപ്പയും വത്തിക്കാനെയും സഭാസനൻ്റെയും എല്ലാം നിന്ദിച്ച് പരിഹസിച്ച് തർക്കിച്ചുകൊണ്ട് ഈ ആൾക്കാർ സംസാരിക്കുന്നത്. അവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, തർക്കിക്കുക എന്നുള്ള നിങ്ങളിപ്പോൾ നടത്തുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ഏത് ഫലങ്ങളാണ് നിങ്ങളിവിടെ പുറത്തു വരുന്നത്? നിന്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ പങ്കുവെക്കുമ്പോൾ സംസാരിക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ഏത് ഫലമാണ് നിങ്ങൾ പുറത്തു വരുന്നത്? കണ്ടോ, കാര്യം മനസ്സിലായില്ലേ? നിന്ദിക്കുക, അകൽച്ചെടുക്കുക, തർക്കിക്കുക, അത് പൈശാചിക അരൂപിയാണ്. ഭിന്നിപ്പിൻ്റെ അരൂപി തന്നെ, ഭിന്നിപ്പിൻ്റെ അരൂപി പൈശാചിക അരൂപിയാണ്. എന്തുമാത്രം തിന്മ യൂദാസ്കറിയാത്ത സാത്താനെ അകത്ത് കയറ്റിയിട്ട് ഒറ്റിക്കൊടുക്കാനായിട്ട് വരുമ്പോൾ പോലും ഈശോ അവനെ നിന്ദിച്ചില്ല. സ്നേഹിത എന്നാണ് വിളിച്ചത്. ഭിന്നിച്ചിറങ്ങിപ്പോയി. നമ്മൾ ഇങ്ങനെയുള്ള കത്തോലിക്ക സഭയോട് ഭിന്നിച്ച് മാറിപ്പോകുന്ന വ്യക്തികൾക്ക് അടിസ്ഥാനപരമായിട്ട് തെറ്റുപറ്റിയത് ഭിന്നിപ്പിൻ്റെ തെറ്റാണ്. അന്ത്യത്താഴ വേളയിലെ പൗരോഹിത്യ പ്രാർത്ഥന ഈശോ ആവർത്തിച്ച് 5 പ്രാവശ്യമെങ്കിലും പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒന്നായിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ അവസാനത്തെ ചങ്ക് തുറന്നുള്ള പ്രാർത്ഥനയുടെ നിയോഗം തെറ്റിച്ചു കൊണ്ടിറങ്ങിപ്പോയി. സാത്താൻ്റെ വിജയമായി പോയി ഭിന്നിപ്പിൻ്റെ ഓരോ അവസരവും. അങ്ങനെ സഭയിൽ നിന്ന് മാറിപ്പോയ വ്യക്തികൾ ഇവർ സഭയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിന്ദയുടെയും പുച്ഛത്തിൻ്റെയും തർക്കത്തിൻ്റെയും അവസ്ഥ സംസാരിക്കുമ്പം അവരെ ഭിന്നിപ്പിച്ചിറക്കിയ പൈശാചിക അരൂപിയുടെ വെളിപ്പെടുത്തൽ അവിടെ വരുന്നുള്ള വ്യക്തമാണ്. ഇത് അവരെ നിന്ദിക്കാൻ വേണ്ടി ഒന്നും അച്ഛനെ പറയുന്നതല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം.
ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനിതൊരു അവസരമാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ഒത്തിരി ചർച്ചകളും ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും എല്ലാം യൂട്യൂബിലൊക്കെ അല്പം കയറുന്നവർക്ക് കാണാൻ സാധിക്കും. ഈ മേഖല വരുന്നുണ്ട്, അതിന് യാതൊരു പ്രസക്തി ഇല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാനൊന്ന് അടിവരയിട്ട് ഇവിടെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. മാതാവിനെക്കുറിച്ച് 2 ടൈറ്റിലുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുന്ന സഭ പറയുന്ന, ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, സഹരക്ഷക. രണ്ടാമത്തെ ടൈറ്റിൽ സഭയുടെ വിശദീകരിക്കുന്നത് കൃപാവരങ്ങളുടെ നാഥ അല്ലെങ്കിൽ മധ്യസ്ഥ. കൃപാവരങ്ങൾ കൃത്യമചനം പറയുന്നുണ്ട്. യോഹന്നാൻ 1:15, 16, 17 വാക്യങ്ങളിൽ അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കൃപ നേടിയെടുത്തത് ഈശോയാണ്. ആ കൃപ വിതരണം ചെയ്യാൻ അനേകരിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്. അച്ഛനെ അടുത്താറ് ഇത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരു ആശീർവാദം നൽകുമ്പം തമ്പുരാൻ്റെ കൃപയല്ലേ നിങ്ങൾ വാങ്ങിക്കുന്നത്? ഞാൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് തരുന്നതാണോ? ഒന്നുമല്ല. ഓരോ ആൾക്കാരും ഓരോ ആശീർവാദം, സമാധാനം നിങ്ങളുടെ കൂടെ. കൃപയൊന്നും വരുന്നില്ല, കൃപ പകരുന്ന അവസരമാണത്. അത് എവിടുന്നാ വരുന്നത്? ദൈവത്തിൻ്റെ ഈശ്വരയുടെ കൃപയാണ്. അത് എങ്ങനെയാ ഇപ്പം നമുക്ക് കിട്ടുന്നത്? ഈ സഭാ ശുശ്രൂഷയിലൂടെയാണ്. ഒരച്ഛൻ അടുത്താറ് എന്നുകൊണ്ട് അത് നൽകുകയാണ്. താലന്തുകളുടെ ഓമയിൽ നമ്മൾ വായിക്കുന്നില്ലേ, ചെറിയ കാര്യങ്ങൾ നീ വിശ്വസ്തനായിരുന്നുകൊണ്ട് വലിയ കാര്യം ചുമതല ഏൽപ്പിക്കും. 5 താലന്ത്, 10 നഗരങ്ങളും നീ അധിപതി ആയിരിക്കുക. ഭൂമിയിൽ ദൈവം നൽകിയ ചെറിയ ചെറിയ അവസരങ്ങൾ, നമ്മുടെ കൊച്ചു ജീവിതകാലം, നമുക്ക് സാഹചര്യങ്ങൾ, കഴിവുകൾ, അവസരങ്ങൾ, അത് നന്നായിട്ട് വിനിയോഗിച്ചവരാണ് താലന്ത് ശരിക്കും വിനിയോഗിച്ചവർ. അങ്ങനെയുള്ളൊരു മരിച്ചു ചെല്ലുമ്പോൾ തമ്പുരാൻ സ്വർഗത്തിൻ്റെ വലിയ ഭണ്ഡാരങ്ങളുടെ അല്ലെങ്കിൽ നിക്ഷേപങ്ങളുടെ, നിധികളുടെ, സ്വർഗത്തിൻ്റെ വലിയ നിധി ശേഖരത്തിൻ്റെ ഈശോയുടെ കൃപാവരങ്ങളാണ്. അതിൻ്റെ നടത്തിപ്പ്, കാര്യസ്ഥത അവിടെ നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്, വിശുദ്ധരെ ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധർക്ക് എടുത്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ആ വിശുദ്ധർ കൊടുക്കുന്ന അവിടെ ഒന്നുമല്ല, ഈശോ നേടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ആശയം തെറ്റിപ്പോകരുത്. അമ്മയെക്കുറിച്ച് പറയുമ്പം അമ്മ വഴി എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഭൂമിയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാനായി തന്നെയും അമ്മ വഴിയാണ് കുടുംബത്തിന് ആ ഒരു അനുഗ്രഹം കിട്ടുക. ഭൗതികമായ അനുഗ്രഹമാണ്. വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം, വലിയ സഹായം, അത് അമ്മ വഴിയാണ് കിട്ടിയത്. അത് ഈശോയെ കൊടുത്തത്, അമ്മയല്ല കൊടുക്കുന്നത്. അമ്മയല്ല ഉറവിടം, ഈശോയാണ്. അമ്മ പറഞ്ഞ് നമുക്കറിയാമല്ലോ, അവൻ പറയുന്നവരെ ചെയ്യുക. അമ്മ മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന അനേക സംഭവങ്ങൾ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ട്. ഞാനൊരു പ്രവാസം പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ജിയോഗ്രഫി ഈ മനുഷ്യവർഗത്തിൽ ഏറ്റവും ശക്തയായ സ്ത്രീ ആരാണ് എന്നൊരു സെക്യുലർ സ്റ്റഡി നടത്തിയിട്ട് 2015 ഡിസംബർ മാസത്തിൽ അതിൻ്റെ റിസൾട്ട് അവരുടെ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ കവർ പേജ് തന്നെ മാതാവിൻ്റെ ചിത്രമാണ്. എന്നിട്ട് പറയുകയാണ്, മേരി ദ മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ദ വേൾഡ്. നാഷണൽ ജിയോഗ്രഫി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ മനുഷ്യരുടെ ഏറ്റവും ശക്തമായ ഒരു മീഡിയ അല്ലെങ്കിൽ മേഖല നമുക്കറിയാം. നാഷണൽ ജിയോഗ്രഫി, വീഡിയോ ചാനൽ എല്ലാം ഉണ്ടല്ലോ. പ്രസിദ്ധീകരണ മേഖലയിലും അവരുടെ പുസ്തകങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, മാസികയും. അതിൽ 2015 ഡിസംബർ മാസത്തിലെ ലക്കത്തിൻ്റെ ഫ്രണ്ട് കവർ മേരിയുടെ പടം, മാതാവിൻ്റെ മുഖമാണ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, മേരി ദ മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ നസ്രത്തിലെ മേരിയ. അതിന് ഇന്ന് വിശദമായിട്ട് പേജുകളുള്ള പഠനം കൊടുത്തിരിക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, മേരി അന്ന് ജീവിച്ച് കടന്നുപോയ ഒരു നസ്രത്തിലെ ഒരു യഹൂദ സ്ത്രീ. അത് മാത്രമല്ല, അതുമുതൽ ഇന്ന് വരെ ലോകത്തിന് നാനാഭാഗങ്ങളിൽ എല്ലാ കാലഘട്ടങ്ങളും ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വയം പരിചയപ്പെടുത്തി മനുഷ്യർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, അനേകർ വിശ്വാസത്തിലെടുക്കുന്നു, വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്തൊരു അടയാളങ്ങൾ കിട്ടുന്നു. ലൂർദ്, ഫാത്തിമ, അങ്ങനെ മജുഗോറി, എന്തുമാത്രം നമുക്കറിയാം. അങ്ങനെ മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലെ ഇടപെട്ട വേറെ ഒരു സ്ത്രീയില്ല, ഇതുപോലെ മനുഷ്യ മക്കളെ സ്വാധീനിക്കുന്ന ഒരു സ്ത്രീയുമില്ല എന്ന് ഇവർ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാതാവ് വരുന്നത് മാതാവ് എന്തെങ്കിലും സ്വയം ആകുന്നതല്ല, ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കൃപാസനം നമ്മൾ ആലപ്പുഴ, അവിടെ പോലും നമുക്കറിയാമല്ലോ, മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഒരുപാട് അനുഗ്രഹം കിട്ടുന്നു, സംഭവിക്കുന്നു. അവിടെ അടിസ്ഥാനപരമായ അച്ഛൻ പങ്കുവെക്കുന്നത്, ഞാനവിടെ പോയിട്ടില്ല, അച്ഛൻ പങ്കുവെക്കുന്നൊരു ഉടമ്പടി എടുത്ത് എന്ത്, ഈശോ നമ്മൾ മാമോദീസയെ ചെയ്ത ഉടമ്പടി വലിയ ഉടമ്പടി എടുത്തതാണ്. പാപവും പാവമാർഗവും ഉപേക്ഷിക്കുന്നു, യേശുക്രിസ്തു രക്ഷകർത്താവായി സ്വീകരിക്കുന്നു. നമ്മൾ ഉറപ്പ് കൊടുത്ത മാമോദിസയിൽ അത് വലിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടി നമ്മൾ തെറ്റിച്ചു, അവഗണിച്ചു, ഗൗരവിക്കുന്നില്ല. അതുകൊണ്ട് അതേക്കുറിച്ചൊരു ഗൗരവം നമുക്ക് തരിക ഇവിടെ മാതാവ് ആ ഒരു ശുശ്രൂഷ കേന്ദ്രം വഴിയായിട്ട്. അത് വേറെ ഉടമ്പടി ഒന്നുമല്ല. വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, തിന്മകൾ ഒഴിവാക്കുക, കുർബാന സ്വീകരിക്കുക, പള്ളി, ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ കൃത്യമായിട്ടത് പഠിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ
അങ്ങനെ ദൈവം ഇടപെടുകയാണ്. എന്തുമാത്രം പേരെ അവിടെ പോയി തിരുന്ന് കണ്ട. അമ്മ എങ്ങോട്ടാണ് ഈ ആൾക്കാരെ കൊണ്ടുപോകുന്നത്? അമ്മയുടെ കാഴ്ചവീട്ടിലേക്കല്ല, അവൻ പറയുന്നത് ചെയ്തേ. കാനായിലെ കല്യാണ വീട്ടിൽ അന്ന് അമ്മ പറഞ്ഞ കാര്യമാണ് ഈ സകല അമ്മയുടെ പ്രത്യക്ഷീകരണ മേഖല അമ്മ ചെയ്തിട്ടുള്ളൂ. അവൻ പറയുന്ന പോലെ ചെയ്യണമല്ലേ, വലിയ അപകടം വരും. അവിടെ അമ്മ പ്രസാദപരത്തിൻ്റെ നാഥയാണെന്നോ മധ്യസ്ഥയാണെന്നോ വിതരണക്കാരിയാണെന്നോ മധ്യസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അമ്മയിൽ നിന്നാണ് കൃപ സ്വീകരിക്കുന്നുള്ള ഒരർത്ഥവും ഇല്ല, ഒരർത്ഥം അതിനകത്തില്ല. ഒരച്ഛൻ അർത്ഥാരെന്ന് ആശീർവദിക്കും, അതിന് കൃപ കിട്ടുന്നുണ്ടോ? അമ്മ അത് ആഴപ്പെട്ട രീതിയിൽ വേറെ ചെയ്യുന്നു, ഒരച്ഛൻ ഈ രീതി ചെയ്യും, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ദൈവം ഈശോ നേടിയെടുത്ത കൃപ നമ്മൾ സ്വന്തമാക്കുന്ന നിരവധിയായ മാർഗങ്ങളാണ്. സകല വിശുദ്ധരും അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നോട്ടം എപ്പോഴും ഈശോയ്ക്ക് എത്തണം. ചിലപ്പോഴൊക്കെ നമ്മൾ വിശുദ്ധർ മാത്രം ഉടക്കി നിന്നു പോകുന്നു. അത് അപകടമാണ്. അതൊരു വേരില്ലാത്ത അടിത്തറയില്ലാത്ത വികലമായി പാളിപ്പോകാവുന്ന പോക്കാണ്. അങ്ങനെ പോകരുത്. ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് മേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ നമ്മെക്കുറിച്ച് മാത്രമല്ല ആരെക്കുറിച്ചും ഈ വ്യക്തത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് വ്യക്തമാക്കുന്നത്. ഇനി അമ്മയോട് പ്രാർത്ഥിക്കാമോ വേറെ ചിന്തയാണ്. ഇപ്പം അമ്മയോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ആൾക്കാർ ഇത് വെച്ചുകൊണ്ട് കുറച്ച് തർക്കിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. ചില ആൾക്കാർ കരഞ്ഞുകൊണ്ട് പറയും, ഈശോ ഇത്ര നാൾ കൊന്തയെല്ലാം പറ്റുമോ? ഇത് മാതാവിനെ എല്ലാം വിലയ്ക്ക് വെച്ച സഭ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഡോക്യുമെൻ്റ് അവസാനിക്കുന്നത് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. വിശ്വസ്തരായ വിശ്വാസജനത്തിൻ്റെ ദൈവജനത്തിൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞാണ് ഈ ഡോക്യുമെൻ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒരാൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. നമ്മൾ തന്നെ എന്തോ അങ്ങോട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പോലും എഫെസ്യർ 6 അധ്യായത്തിൽ 18, 19, 20 വാക്യങ്ങളിൽ ഞാൻ അധരം തുറക്കുമ്പോൾ എനിക്ക് വചനം കേട്ടാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് 2 പ്രാവശ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തൻ്റെ മക്കളോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എന്ന് പൗലോസ് അപ്പോസ്തലന് തൻ്റെ വിശ്വസ്തരായ എഫെസസിലെ ആൾക്കാരോട് ആവശ്യപ്പെടാമെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പാടില്ലേ? ഇത് എവിടെയാണ് വചനവിരുദ്ധമാകുന്നത്? അവിടെ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് വേണ്ടാത്ത വിഗ്രഹാരാധനയാണ്, അത് ഈശോയെ മാറ്റി വെക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ വാദഗതികൾക്ക് ഒരു വചന അടിത്തറ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജവമാര് ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നത്, അത് മുഴുവൻ വചനം തന്നെയാണ്. ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഡോക്യുമെൻറ്റിനകത്ത് ഈ 2 ടൈറ്റിലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സൂചന നൽകിയിരിക്കുന്നു. എന്നിട്ട് എടുത്ത് അടിവരയിട്ട് അമ്മയെക്കുറിച്ച് പറയുന്നതാണ് കന്യകാമറി നസ്രത്തിലെ മേരി നമ്മുടെ അമ്മയാണ്. ഇത് എത്ര വിശദമായിട്ട് 31 ഖണ്ഡികകൾ, ഈ 80 ഖണ്ഡികൾ 31 ഖണ്ഡികകളും മേരി നമ്മുടെ അമ്മയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് സഭ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അമ്മയുടെ സംഘത്തോട് നമ്മൾ വരണം. പറഞ്ഞു കഴിഞ്ഞു, കുരിശിക്കടക്കം അവസാനം ഈശോ ചെയ്തത് ബൈബിളിൽ പറയുന്ന സ്ത്രീ ഈ താഴെ നിൽക്കുന്ന മേരിയാണെന്ന് ഈശോ ചൂണ്ടിക്കാണിച്ച് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട്, എന്നിട്ട് തൻ്റെ ശിഷ്യനായ യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ്, ഈ സ്ത്രീ ബൈബിളിൽ കാണുന്ന സ്ത്രീ മക്കളെ നിങ്ങളുടെ അമ്മ ആയിരിക്കണം എന്ന് കുരിശിക്കടന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് ഈശോ എല്ലാം പൂർത്തിയായി. എന്നിട്ടാണ് വെളിപാട് 12 അവസാന വാക്യം, ഈ സ്ത്രീയുടെ സന്തതികളിൽ ശേഷിച്ചിരുന്നവിടെ യുദ്ധം ചെയ്യാൻ സർപ്പം പുറപ്പെട്ടു. സർപ്പത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ സ്ത്രീയാണ് നമുക്ക് നടുനായിക, സൈന്യാധിപ, നേതൃസ്ഥാനം. ഉൽപ്പത്തി 3:15 ആരംഭിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ 12 വ്യക്തമാക്കി അവസാനിക്കുന്നതായ അമ്മയുടെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ നടുനായക സ്ഥാനം ഈ ഒരു ഡോക്യുമെൻ്റ് സ്നേഹമുള്ള സഹോദരങ്ങളെ മനോഹരമായിട്ട് അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു കലക്കവും ഒരു അസ്വസ്ഥയും ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ഞാനതേക്കുറിച്ച് ഒരു വ്യാഖ്യാനം കൂടെ, കാരണം മനോഹരമായിട്ട് പങ്കുകൾ അമ്മയെക്കുറിച്ച് ഇതിനകത്തുണ്ട്. ഒരു വ്യാഖ്യാനം കൂടെ യൂട്യൂബിൽ താമസമേന ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.